പ്രേക്ഷകരുടെ പ്രതികരണ വേദി കൂടിയാണ് ഈ പരിപാടി എന്ന് പ്രേക്ഷകർക്ക് അറിയാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് നിങ്ങൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പരാതികൾ, നിങ്ങളുടെ ശ്രദ്ധയിലുള്ള വിഷയങ്ങളൊക്കെ അറിയിക്കാം. അതിനുള്ള നമ്പർ ഇതാണ്: 048428305010. ദൃശ്യങ്ങൾ അയക്കാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കുന്നു. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങി എന്നുള്ള വാർത്ത കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിൽ അത് വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ട്രെയിനിൽ നിന്ന് യാത്രക്കാരുടെ പ്രതികരണമടക്കം പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കാൻ പോകുന്നത്. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിലാണ് ഏതാണ്ട് 1 മണിക്കൂറായി ട്രെയിൻ കുടുങ്ങിക്കിടക്കുന്നത്. നിഖിൽ പ്രമേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ആ യാത്രക്കാർ സൂമിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറായി അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ ഡോർ തുറക്കാനൊന്നും പറ്റുന്നില്ല. അതിനകത്താണ്. ആ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി വിശദീകരിക്കുന്നത്? ശ്രീജിത്ത്, 1 മണിക്കൂറിനോട് അടുക്കുന്നു വന്ദേ ഭാരത്, തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കടന്ന് അല്പദൂരം കഴിഞ്ഞ് അവിടെ നിർത്തിയിട്ടിട്ട് സാങ്കേതിക തകരാറാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പരിമിതിക്ക് കാരണം എന്നുള്ളതാണ് റെയിൽവേ ഔദ്യോഗികമായി അറിയിക്കുന്നത്. 5:50 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ടെടുത്ത ട്രെയിൻ അല്പദൂരം കഴിഞ്ഞ് അവിടെ സ്റ്റക്ക് ആവുകയായിരുന്നു. ഇപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഇതിൽ യാത്രക്കാർ തന്നെ പങ്കുവെക്കുന്ന കാര്യം. ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ യാത്രക്കാർക്ക് പുറത്തോട്ടിറങ്ങാൻ, അതായത് ഈ വൈദ്യുതി ബന്ധം ഇടയ്ക്കിടയ്ക്ക് നിലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ ഡോറുകൾ നമുക്കറിയാം ഓട്ടോമാറ്റിക് ഡോറുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഈ ഡോറുകൾ തുറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ യാത്രക്കാർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. ഒരു പരിമിതിയായി മാറുകയാണ്. ഈ മുഴുവൻ സീറ്റുകളിലും യാത്രക്കാരുണ്ട്. സ്വാഭാവികമായിട്ടും മുഴുവൻ യാത്രക്കാരുമായി പോകുന്ന ഒരു ട്രെയിനിൽ ഇത്തരത്തിൽ പെട്ടെന്ന് സ്റ്റക്ക് ആകുമ്പോൾ 1 മണിക്കൂറോട് അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ യാത്രക്കാർക്കുണ്ട്. റെയിൽവേ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. എത്രയും വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. ഈ ട്രെയിനിനകത്ത് അനൗൺസ് ചെയ്തതനുസരിച്ച് ബാറ്ററിയിലെ ചില പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. ബാറ്ററി ചാർജ് തീർന്നതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ട്രെയിനിനകത്ത് അനൗൺസ് ചെയ്ത കാര്യം എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. 10 മിനിറ്റിനകം യാത്ര ആരംഭിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 5:50 ഈ ട്രെയിൻ സ്റ്റക്കായ സമയത്ത് യാത്രക്കാരെ അറിയിച്ചിരുന്നത്. എങ്കിൽ ഇപ്പോൾ 6:40 1 മണിക്കൂറിനോട് അടുക്കുകയാണ്. ആ സമയമാകുമ്പോഴേക്കും ട്രെയിൻ യാത്ര പുറപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. ശരി, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത അഡ്വക്കേറ്റ് സജൽ, അദ്ദേഹം ഈ ട്രെയിനിലെ യാത്രക്കാരനാണ്. അദ്ദേഹം വളരെ വിശദമായി നേരത്തെ കാര്യങ്ങൾ കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിനിൽ നമ്മളോട് പങ്കുവച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് സജൽ, ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതിതുവരെ ഫലം കണ്ടിട്ടില്ല. ഏതാണ്ട് 1 മണിക്കൂറാവുന്നു. ഡോറൊന്നും തുറക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിങ്ങളുടെ പ്രതികരണം നേരത്തെ ഞങ്ങൾ കേട്ടിരുന്നു. എന്താണ് പുതിയ സാഹചര്യം? അധികൃതർ എന്തെങ്കിലും കൂടുതലായി വിശദീകരിക്കുന്നുണ്ടോ? സാധാരണ ഈ യാത്ര മുടങ്ങുമ്പോഴുള്ള അനൗൺസ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അറിയിപ്പ് യാത്രക്കാർക്ക് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ സജൽ? അഡ്വക്കേറ്റ് സജലിലേക്ക് എത്തുന്നതിന് ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട്. അദ്ദേഹം സൂമിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയായിരുന്നു. അതിന് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അത് പരിഹരിച്ചതിന് ശേഷം അദ്ദേഹത്തിലേക്ക് എത്താം. മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരതാണ് വഴിയിൽ കുടുങ്ങിയിരിക്കുന്നത്. ഷൊർണൂരിനും വള്ളത്തോൾ നഗറിനും ഇടയിൽ ഏതാണ്ട് 1 മണിക്കൂറായി ട്രെയിൻ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തിൽ സാങ്കേതിക തകരാർ എന്നുള്ളതാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ യാത്രക്കാരോട് വിശദീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 മിനിറ്റിനകം പ്രശ്നപരിഹാരമുണ്ടാകും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂർ സമയമാകുന്നു. യാത്രക്കാർ സ്വാഭാവികമായും അവർ ഈ നിലവിലെ സാഹചര്യം നമ്മളോട് വിശദീകരിക്കുകയായിരുന്നു. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് യാത്രക്കാർ വിശദീകരിക്കുന്നത്. കാരണം അതിൻ്റെ ഡോർ തുറക്കാൻ കഴിയുന്ന നിലയിലല്ല. സാങ്കേതിക പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷമേ അത്തരം നടപടികളിലേക്ക് കൂടി കടക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ നമ്മളെയൊക്കെ ബന്ധപ്പെടുകയും നിലവിലുള്ള സാഹചര്യം അറിയിക്കുകയും ചെയ്തത്. വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, ഈ പ്രശ്നപരിഹാരം എപ്പോഴേക്കുണ്ടാകും എന്ന് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ല എന്ന് തോന്നുന്നു. റെയിൽവേ അത് സംബന്ധിച്ചൊരു വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. മറ്റ് സർവീസുകളെയും താളം തെറ്റിക്കുന്ന നിലയിലായിരിക്കുമല്ലോ ഇത് സ്വാഭാവികമായും വരിക. നിഖിൽ,
തീർച്ചയായിട്ടും നമുക്കറിയാം വന്ദേ ഭാരത് എക്സ്പ്രസിന് പ്രഥമ പരിഗണന ആണ് റെയിൽവേ എല്ലാ കാലത്തും നൽകുന്നത്. വന്ദേ ഭാരത് കടന്നുപോയ ശേഷം മാത്രമേ മറ്റ് ചില ലോക്കൽ ട്രെയിനുകളൊക്കെ കടന്നു പോകാറുള്ളൂ. സ്വാഭാവികമായിട്ടും വന്ദേ ഭാരത് ഈ ട്രാക്കിൽ കിടക്കുമ്പോൾ മറ്റ് ട്രെയിനുകൾക്ക് കടന്നു പോകുന്നതിന് പരിമിതി ഉണ്ടാകും. എന്തായാലും എത്രയും വേഗത്തിൽ ഈ ശ്രമം ഈ ട്രെയിൻ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു, സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് റെയിൽവേ അറിയിക്കുന്നത്. പക്ഷേ അത് എപ്പോഴെന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവന്നിട്ടില്ല. യാത്രക്കാർ കൂടുതൽ ആശങ്കയിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഡോറ് തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് റെയിൽവേ ഇപ്പോൾ അറിയിക്കുന്ന കാര്യം. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്കതിൻ്റെ അപ്ഡേറ്റ് എന്താണ് എന്നുള്ള കാര്യം വീണ്ടും ഈ പരിപാടിയിൽ തന്നെ പരിശോധിക്കാം. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറായി ആ ട്രെയിൻ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നുണ്ട് എന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് പക്ഷേ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. നോക്കാം എന്താണ് അതിൽ സംഭവിക്കുന്നതെന്ന്. ഈ പരിപാടി തീരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരിക്കൽ കൂടി നിഖിൽ പ്രമേഷിൽ നിന്ന് വിശദാംശങ്ങൾ തേടാം. പൊതുജനത്തിന്റെ കീശകീറി സപ്ലൈകോയിൽ വീണ്ടും വില വർധന. അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കാണ് വില കൂടിയത്. ഈ മാസം അരിക്ക് മാത്രം കൂട്ടിയത് 3 രൂപയാണ്. അരിക്ക് പുറമെ വൻപയറിനും വില കൂട്ടിയിട്ടുണ്ട്. വിലക്കയറ്റത്തിന്റെ കാലത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തണലാണ് സപ്ലൈകോ. അതുകൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങൾ ഉണ്ടാകുന്ന ചെറിയൊരു വിലവർദ്ധനവ് പോലും ചുട്ടുപൊള്ളിക്കുന്നതാണ്. പച്ചരിക്കും ജയ അരിക്കും ഈ മാസം 3 രൂപ വീതം കൂട്ടി. 29, 33 എന്നിങ്ങനെയാണ് പുതിയ നിരക്കുകൾ. ഓരോ മാസത്തെയും കുടുംബ ബജറ്റിനെ ഓർത്ത് ആദ്യ പിടിക്കുന്ന മലയാളിക്ക് ഇതത്ര ചെറിയ കാര്യമല്ല. വില കൂടുതലാണ്. പക്ഷേ വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചസാരയും വെളിച്ചെണ്ണയും അരിയൊക്കെ കുറച്ച് വില കുറച്ച് കിട്ടിയാനേ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പഞ്ചസാര മാത്രമേ ഉള്ളൂ. പിന്നെ അരി വില കൂട്ടി, അത് കാരണം വാങ്ങിച്ചില്ല. അരിക്ക് മാത്രമല്ല വൻപയറിനും വില കൂട്ടിയിട്ടുണ്ട്. 4 രൂപ വർദ്ധിപ്പിച്ച് 79 രൂപയായി കിലോഗ്രാമിന്. GST കണക്കാക്കാതെയുള്ള നിരക്കാണിത്. അതേസമയം വെളിച്ചെണ്ണയ്ക്ക് 8 രൂപ കുറച്ചിട്ടുണ്ട്. പക്ഷേ ആശ്വസിക്കാൻ വരട്ടെ, സപ്ലൈകോ സ്റ്റോറുകളിൽ വെളിച്ചെണ്ണ എത്തിയിട്ട് മാസങ്ങളായി. വിപണി വിലയ്ക്ക് അനുസൃതമായി നിരക്കിൽ മാറ്റം വരുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് വിലവർധനവെന്നാണ് സപ്ലൈകോയുടെ വാദം. മലയാളിക്ക് ഒഴിച്ചു നിർത്താനാകാത്ത അരിയുടെ വില കൂട്ടിയും മാസങ്ങളായി സ്റ്റോറുകളിൽ എത്തിയിട്ടില്ലാത്ത വെളിച്ചെണ്ണയുടെ വില കുറച്ചും സപ്ലൈകോ ജനങ്ങളെ പരിഹസിക്കുകയാണോ എന്ന് സംശയിച്ചു പോകുന്നു. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. സാധാരണക്കാരുടെ ഒരു ആശ്രയ കേന്ദ്രമാണ് സപ്ലൈകോ. അവിടെ ഉണ്ടാവുന്ന വിലവർധന, ചെറിയ വർധന പോലും അത് സാധാരണക്കാരുടെ വയറ്റത്തടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിത്യോപയോഗ സാധനങ്ങൾക്ക് ദിനംപ്രതി ഉണ്ടാകുന്ന വിലക്കയറ്റം താങ്ങാനാവുന്നില്ല എന്നാണ് അവിടെ എത്തുന്ന ആളുകൾ പറയുന്നത്. ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി ഈ വിലയിൽ കുറവ് വരേണ്ടത് അനിവാര്യവുമാണ്. ചില പ്രതികരണങ്ങൾ കാണാം. അരിക്കായാലും പയറുവർഗ്ഗങ്ങൾക്കായാലും നല്ല കൂടുതൽ തന്നെയാണല്ലോ. സാധാരണക്കാർക്കും കഴിയൂല. പിന്നെ ഞങ്ങളെപ്പോലെ ഹോട്ടൽ നടത്തുന്നവർക്കൊക്കെ എന്താ അത്രയും വിലപിടിപ്പുള്ള സാധനം മേടിച്ചിട്ട് ഒരു ലാഭവും ഇല്ല. ഇത്രയും വില കുറച്ച് കിട്ടണം, നമുക്ക് സാധുക്കളല്ലേ, അങ്ങനെയൊക്കെ കിട്ടണം. അത് സപ്ലൈകോയിൽ മാത്രമല്ല, പൊതുവേ സാധാരണക്കാരൻ്റെ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് ഇപ്പോൾ വില വർധന ഉണ്ടായിരിക്കുന്നത്. കാര്യം ഈ അരിക്ക് ഇപ്പം 3 രൂപ വർധനവുണ്ടായിരിക്കുന്നു. പയറിന് പൊതുവെ വില, നിത്യോപയോഗ സാധനങ്ങൾക്ക് പൊതുവെ വില വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണക്കാരൻ എന്ത് ചെയ്യുമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓട്ടോടുമാര് ജനങ്ങളെ മനസ്സിലാക്കിയിട്ടാ ഇപ്പം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് സാധനങ്ങൾക്ക് വില കൂടിയപ്പാട്. എല്ലാ സാധനത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ വില കൂടിയിരിക്കാം. ആലപ്പുഴ കളർകോട് അപകടത്തിന്റെ നടുക്കത്തിൽ നിന്ന് നാട് മുക്തമായിട്ടില്ല. 5 മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിൽ പ്രധാന വില്ലൻ കാലപ്പഴക്കം ചെന്ന വാടക വണ്ടിയായിരുന്നു. ആന്റിലോക്ക് സംവിധാനവും എയർബാഗും ഇല്ലാത്ത 14 വർഷം പഴക്കമുള്ള കാറിലാണ് 11 പേർ സഞ്ചരിച്ചത്. പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരുടെ വയറ്റത്തടിക്കുകയും നിരത്തുകളിൽ ഇങ്ങനെ അപകടങ്ങൾ പതിവാക്കുകയുമാണ് ഇത്തരം കള്ള ടാക്സികൾ. യാതൊരു നിബന്ധനയുമില്ലാതെ ആർക്കും വാടകയ്ക്കെടുക്കാവുന്ന ഇത്തരം കാറുകളാണ് വൻ വിപത്തുകൾക്ക് കാരണമാകുന്നത്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴയിലേത്. കളർകോട് KSRTC ബസ്സിലേക്ക് നിയന്ത്രണം തെറ്റി ഇടിച്ചുകയറിയ 2010 മോഡൽ ടവേര നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുത്തതായാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കണ്ടെത്തൽ. കാറുടമ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാൻ ഇത്തരം കാറുകൾ വാടകയ്ക്ക് നൽകുന്നയാളാണെന്നും ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO R രമണൻ പറയുന്നു. 1.5 മാസം മാത്രം പരിചയമുള്ള ഒരാൾക്ക് വണ്ടി കൊടുക്കാൻ സ്വാഭാവികമായി സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് അയാൾ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ
ക്യാബ് സർവീസ് നടത്താനുള്ള ചുമതലപ്പെടുത്തി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊടുത്ത ലൈസൻസ് ഉള്ള ആളല്ല. അത് അനധികൃതമായി നിയമവിരുദ്ധമായി അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ആളിത് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. കൊള്ളയടിക്കും കൊലപാതകത്തിനും ആശ്രയിക്കുന്നതും ഇതേ വാടക വാഹനങ്ങളെ തന്നെ. വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴയിൽ നടന്ന CPIM നേതാവ് ബെന്നി കൊലക്കേസിൽ പ്രതികൾ ഉപയോഗിച്ചത് ഷാമിൽ ഖാന്റെ ഒമിനിയായിരുന്നു. നേരത്തെ ഒരു ബെന്നി കൊലക്കേസ് സമയത്ത് ആ സമയത്തൊക്കെ അതിപ്പോൾ ഇവിടെ എൻ്റെ വണ്ടിയായിരുന്നു. അതെ, ഒമിനിയായിരുന്നു. അത് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ വിവാഹത്തിന് പോകണമെന്ന് പറഞ്ഞെടുത്തുകൊണ്ട് പോയതാണ്. നടപടിയിലുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഞാൻ ഒരു കല്യാണത്തിന് പോകാനായിട്ട് എൻ്റെ വീടിൻ്റെ അയൽവക്കത്തുള്ളവരെന്ന് വെച്ച് വണ്ടി കൊടുത്തു. അവർ കൈമറിഞ്ഞ് വേറെ കൊടുത്ത് ബെന്നി വധക്കേസിൽ പെട്ടതാണ്. നിങ്ങളറിയാതെ വാഹനം കൊടുത്ത്. അതെ. ആലപ്പുഴയിൽ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലും SDPI നേതാവ് ഷാൻ വധക്കേസിലും പ്രതികൾ ഉപയോഗിച്ചത് വാടക വണ്ടികൾ തന്നെ. ഇങ്ങനെ ലൈസൻസോ ടാക്സി പെർമിറ്റോ മറ്റു മതിയായ രേഖകളോ ഇല്ലാതെ നിയമവിരുദ്ധമായി ഓടുന്ന റെന്റേ കാറുകളുടെ ആധിപത്യമാണ് നിരത്തുകളിൽ. ഇത്തരം കള്ള ടാക്സികളുടെ പെരുപ്പം പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലും ഇല്ലാതാക്കുന്നു. ഒരു 50 മീറ്റർ അപ്പുറത്ത് 10-18 വാഹനങ്ങൾ ഓടിക്കുന്ന സ്റ്റാൻഡാണ്. അവിടെ ഒരു സ്റ്റാൻഡ് വരാറില്ല. കാരണം ഓട്ടങ്ങളില്ല. ഞങ്ങളൊക്കെ മാസം 4-5 ഓട്ടങ്ങൾ ഓടിയാലായി. പരാതികളുടെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഓപ്പറേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പേരിൽ നടപടി ആരംഭിച്ചെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. ടാക്സി ഡ്രൈവർമാരുടെ തൊഴിലിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയ ഇത്തരം കള്ള ടാക്സികൾ വലിയ തോതിലുള്ള നഷ്ടമാണ് ഈ മേഖലയിൽ വരുത്തിവെക്കുന്നത്. ഇത്തരം നിയമവിരുദ്ധ കള്ള ടാക്സികളെ കണ്ടെത്താനും ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകണം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. വാർത്തകളിലേക്ക് വീണ്ടും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി ഈ വാഹനാപകടങ്ങളുടെ വാർത്ത അത് നിരന്തരം എത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വിവരം പാലക്കാട്ട് നിന്നാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. കൊഴിഞ്ഞാമ്പാറ അപ്പുപിള്ളയൂരിൽ വെച്ച് KSRTC ബസ്സും സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് ലഭ്യമാവുന്നേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് പിന്നീടെത്താം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. പാലക്കാട് പന്നിയങ്കര ടോൾ ബൂത്തിൽ നാളെ മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കും. സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകേണ്ടി വരും. മതിയായ ചർച്ചകളില്ലാതെ ടോൾ ഈടാക്കാനുള്ള കമ്പനി തീരുമാനം അംഗീകരിക്കില്ല എന്ന് PP സുമോദ് MLA പറഞ്ഞു. തീരുമാനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. ഒരിടവേളയ്ക്ക് ശേഷം പന്നിയങ്കര ടോൾ പരിസരം പ്രതിഷേധ ചൂട് അറിയാൻ പോവുകയാണ്. നാളെ മുതൽ ടോൾ വഴി കടന്നു പോകണമെങ്കിൽ പ്രദേശവാസികളും പണം നൽകണം. നേരത്തെ നാട്ടുകാരുടെ പ്രതിഷേധ ചൂട് ആവോളമറിഞ്ഞ പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ വീണ്ടും പരിസരവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ ആരംഭിക്കും. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പ്ര, പുതുക്കോട്, തൃശൂർ ജില്ലയിൽ ഉൾപ്പെട്ട പാണഞ്ചേരി എന്നീ 6 പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാർക്ക് നൽകി വരുന്ന ഇളവ് ഇനി നൽകാൻ കഴിയില്ലെന്നാണ് കമ്പനി നിലപാട്. മുൻകൂട്ടി നിശ്ചയിക്കാതെ ടോൾ പിരിവ് നടത്താൻ പാടില്ലെന്ന മുൻ തീരുമാനത്തിൽ നിന്ന് വിരുദ്ധമായുള്ള നീക്കമുണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾ കാണേണ്ടി വരുമെന്നാണ് സമരസമിതി അടക്കം പറയുന്നത്. ടോൾ കമ്പനിയുടെ ഇടയ്ക്കിടെയുള്ള ഭീഷണി വിലപ്പോകില്ലെന്ന് PP സുമോദ് MLAയും പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുൻകൂട്ടി അറിയിക്കാതെ പ്രാദേശികമായി ടോൾ പിരിക്കാൻ ആവശ്യമായ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ടോൾ കമ്പനി തുടർന്നാൽ അതിശക്തമായ ജനകീയ സമരത്തിന് പന്നിയങ്കര ടോൾ പ്ലാസ സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പ് ഇവിടെ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2022 മാർച്ച് 9 മുതലാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് തുടങ്ങിയത്. ഇതിനിടെ പലതവണ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനും നീക്കം നടത്തി. എന്നാൽ ശക്തമായ എതിർപ്പുകളെ തുടർന്ന് കരാർ കമ്പനി പിരിവിൽ നിന്നും പിന്മാറുകയായിരുന്നു. നേരത്തെ മുൻകൂട്ടി അറിയിച്ച് കൂട്ടായ ചർച്ചയിലൂടെ മാത്രമേ ടോൾ പിരിവിന്റെ ഇപ്പോഴത്തെ ഘടനയിൽ മാറ്റം വരുത്താവൂ എന്ന് സർവകക്ഷി യോഗത്തിൽ അറിയിച്ചിരുന്നതാണ്. അതിന്റെ ലംഘനമാണിപ്പോൾ നടക്കുന്നതെന്നാണ് MLA അടക്കം പറയുന്നത്. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കമ്പനിയുടെ തീരുമാനമെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് നാളെ ടോൾ പരിസരം സാക്ഷിയാകും.
ടോൾ കമ്പനിയുടെ ഭീഷണിപ്പെടുത്തലുകൾക്ക് വളം വെച്ച് കൊടുക്കില്ലെന്ന് തന്നെയാണ് സ്ഥലം MLA അടക്കം പറയുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി നമ്മൾ പ്രത്യേക സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്. അതുതന്നെ വേണം. കൊച്ചി കലൂരിൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് സമരത്തിനിടെ വഴിയാത്രക്കാരിയുടെ പ്രതിഷേധം. ഗതാഗതം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് റോഡിലെ കുഴിയിൽ കോൺഗ്രസ് വെച്ച വാഴ വഴിയാത്രക്കാരി പിഴുതെറിഞ്ഞു. റോഡിലെ കുഴിയടക്കൽ നടപടികൾ കരാർ തൊഴിലാളികൾ തുടരുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധവും നാടകീയ സംഭവം. രജനിമണി അടക്കമുള്ള കൗൺസിലർമാർ എത്രയോ തവണ GCD ഓഫീസിൽ ബന്ധപ്പെട്ടു ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കാൻ, പക്ഷേ നിസ്സംഗതയായിരുന്നു. നാടകീയവും രസകരവുമായ സമരമാണ് കലൂർ കടവന്ത്ര റോഡിൽ അരങ്ങേറിയത്. GCDA റോഡിൽ കുഴിയടക്കാനായി കരാർ തൊഴിലാളികൾ എത്തും മുൻപേ സമരവുമായി കോൺഗ്രസ് രംഗത്ത്. റോഡിലെ കുഴിയിൽ വാഴ വെച്ചായിരുന്നു പ്രതിഷേധം. പ്രതിഷേധം കത്തിക്കയറുന്നതിനിടയിൽ കോൺഗ്രസ് വെച്ച വാഴ ഗതാഗത കുരുക്കുണ്ടാക്കിയെന്നാരോപിച്ച് ഒരു സ്ത്രീ രംഗത്ത്. പിന്നെ കണ്ടത് ഇങ്ങനെ. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കോട്ടെ ഒരു നിയമവും നീതിയുണ്ട്. ഈ രാവിലെ പൊതുജനങ്ങൾക്ക് പോകുമ്പോൾ ഇതുപോലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതിന് ശക്തമായ പ്രതിഷേധം വെച്ച് അവർ നടപടി തന്നെ എടുക്കണം. പ്രതിഷേധത്തിനിടയിലെ നാടകീയ സംഭവങ്ങൾ കണ്ടതോടെ കോൺഗ്രസ് പ്രവർത്തകർ ഇടപെട്ടു. സമരവും നാടകമല്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഇത് ഇന്നലെ ഉണ്ടായ കുഴിയല്ല. മാസങ്ങളോളമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അപ്പോൾ അതിനുവേണ്ടി പല പ്രാവശ്യം GCD പരാതിപ്പെട്ടു. എന്നിട്ടും ഒന്നും ചെയ്യാതായപ്പോഴാണ് ഈ സമരമായിട്ട് വന്നത്. പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. ഇതിനിടയിൽ ഇതേ റോഡിലെ കുഴികളടച്ച് കരാർ തൊഴിലാളികളും എത്തി. ഒരു വശത്ത് സമരവും മറുവശത്ത് കുഴിയടക്കലും. പ്രതിഷേധം പരിഹാസം എന്ന ആക്ഷേപവും സമരം വിജയം കണ്ടെന്ന അവകാശവാദവുമുണ്ട്. സംഗതി എന്താണെങ്കിലും നാട്ടുകാർക്ക് ഇനി നടുവോടിയാതെ യാത്ര ചെയ്യാം. കലൂർ കടവന്ത്ര റോഡിൽ നിന്ന് VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും പ്രതിഷേധം കൊണ്ടാണോ വാഴ പിഴുതെറിഞ്ഞ യാത്രക്കാരുടെ പ്രതിഷേധം കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും റോഡ് ക്ലീൻ ആയിട്ടുണ്ട്, അത് നല്ല കാര്യം തന്നെ. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.